AMMA അൻസിബ കാരണം മാനം പോയ മഹാനടിമാരുടെ അസോസിയേഷൻ. ഇങ്ങനെയൊക്കെ ആയി അല്ലേ AMMയുടെ ഫുൾ ഫോം? ഏ അല്ല, താരസംഘടനയിലെ അംഗങ്ങളെ നിങ്ങളൊന്ന് കാണണം ഈ അവസ്ഥ, നിങ്ങളുടെ താരസംഘടനയുടെ അവസ്ഥ. നാട്ടുകാർക്കൊക്കെ നല്ല ഒന്നാന്തരം പുച്ഛമാണ് കേട്ടോ. എന്തിന് നാട്ടുകാരെ പറയണം? സി, നിങ്ങളുടെ ജനറൽ ബോഡിയിലുള്ള ആളുകൾക്ക് പോലും, അമ്മ എന്ന താരസംഘടനയിലുള്ള ആളുകൾക്ക് പോലും ഒരു പുച്ഛമാണ് ഈ താരസംഘടനയോടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ അയൽക്കൂട്ട കുടുംബത്തേക്ക് ഈ ചേച്ചിമാരുടെ വഴക്കുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഇപ്പൊ അവിടെ ഇങ്ങനത്തെ വഴക്കൊന്നുമില്ല. അതിനെക്കാട്ടിലും മോശമാണ് നിങ്ങളുടെ അമ്മ എന്ന താരസംഘടനയിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനകത്തുള്ള മെമ്പേഴ്സ് പുറത്തു വന്ന് ജനങ്ങളോട് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ വെറും കച്ചറ എന്ന് തോന്നിപ്പോകുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം അൻസിബ തീർത്ത് തന്നില്ലേ, എല്ലാത്തിനെയും അങ്ങോട്ട് കീറി വിട്ടില്ലേ. 15-20 മിനിറ്റ് കണ്ടേ ആ പെൺകുട്ടിക്ക് കിട്ടിയുള്ളൂ. പറയാനുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം പറഞ്ഞു. പല ആളുകളുടെയും ചീട്ട് കീറി, ഇറങ്ങി ഓടി രാജിയും വെച്ച്. കഷ്ടം. അൻസിബ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു ഇൻസ്റ്റഗ്രാമിൽ, അതിനെപ്പറ്റി സംസാരിക്കാനുണ്ട്. കൂടാതെ ഉഷ എന്ന് പറയുന്ന ആക്ട്രസ്, അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ലക്ഷ്മിപ്രിയ, എൻ്റെ പൊന്ന് ലക്ഷ്മിപ്രിയ ചേച്ചി ഒന്ന് ഒതുങ്ങ് ചേച്ചി, ഒരു പൊടിക്ക് ഒതുങ്ങിയാൽ മതി. സി, നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യാൻ വരില്ല. നിങ്ങൾ അതിന് നമ്മളെ ഒന്നും കുറ്റം പറഞ്ഞോ, അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ജനങ്ങളെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടപ്പുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം ചില ദുർശക്തികൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുവടേ. പിടികിട്ടിയോ? ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉള്ളതുപോലെ പറയാൻ പാടില്ലല്ലോ, തെറ്റാണല്ലോ അതൊക്കെ. സംശയം പോലും ചോദിക്കാൻ പാടില്ല, ചോദിച്ചാൽ ഉടനെ നമ്മുടെ പേര് കേസാ. അതുകൊണ്ട് തന്നെ പേടിച്ചോടത്തൊന്നും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ പറയണമല്ലോ നിങ്ങളോട്, കഷ്ടപ്പെട്ട വീഡിയോ ചെയ്യുന്നത്, ഇല്ലാതാക്കി കഴിഞ്ഞാൽ കഷ്ടപ്പാടാടേ. നിങ്ങളൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ നമുക്കൊക്കെ പൈസ കിട്ടത്തുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അറിയാത്ത ഒരു കാര്യമൊന്നും അല്ലല്ലോ. ഞാൻ മറ്റേ മഹത്തായ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തരമായി പോകും. എനിക്ക് നിങ്ങളോട് കള്ളത്തരം പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടുള്ള കാര്യം പറയുക, വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണുക. ചില ആൾക്കാർ ഇല്ലാതാക്കാൻ ശ്രമിക്കും, അത് നടക്കുന്നുണ്ട്, പുറകെ കൂടെ പണി കിട്ടുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും അതൊക്കെ നടക്കട്ടെ, തരുന്നവരൊക്കെ തരട്ടെ. നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ഞാൻ ചെയ്യും. ഇപ്പോൾ ഈ ഒരു അമ്മ എന്ന താരസംഘടനയുമായി ബന്ധപ്പെട്ട് കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ഈ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് മാത്രം കാണാതെ ബാക്കി വീഡിയോകളും കൂടെ ഒക്കെ ഒന്ന് ഇടുമ്പോൾ കാണു കേട്ടോ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഇങ്ങനെ മടി കാണിക്കല്ലേ. അപ്പം ഇത് എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും നിങ്ങൾ എല്ലാവരും ഇത് നോക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ളതും കൂടെ ഒക്കെ ഒന്ന് കാണും. അപ്പം അതവിടെ നിൽക്കട്ടെ, അമ്മയിലേക്ക് വരാം. സി, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഈ കഴിഞ്ഞ ദിവസത്തെ ജനറൽ ബോഡി മീറ്റിങ്ങിന് അവിടെ പൃഥ്വിരാജ് ഇല്ല, ഇന്ദ്രജിത്ത് ഇല്ല, ഫഹദ് ഫാസിൽ ഇല്ല, കുഞ്ചാക്കോ ബോബൻ ഇല്ല. എന്തുകൊണ്ടാണെന്നറിയോ? താല്പര്യമില്ല. ഈ പരിപാടിക്ക് വന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കി താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെ ആയിരിക്കാം. കുറേ ആയി കണ്ടിട്ട് അവരെയൊക്കെ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരാളെയും ഈ പരിപാടിക്ക് കാണാറില്ല. ഫഹദ് ഫാസിലൊക്കെ വന്നിട്ടുണ്ടോ എനിക്കറിയത്തില്ല, അതോ ആ ഒരു താരസംഘടനയിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ കണ്ടിട്ട് കുറേ ആയി. എന്നാൽ പുള്ളി അങ്ങനെ പടത്തിൻ്റെ പേരിൽ തിരക്കാണ്, ഷൂട്ടിങ്ങിൻ്റെ പേരിൽ തിരക്കാണ് എനിക്ക് തോന്നുന്നില്ല. പുള്ളി അത്യാവശ്യം നല്ല ടൈമൊക്കെ എടുത്ത് സിനിമ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വേണമെന്ന് വെച്ചാൽ പുള്ളിക്ക് ജനറൽ ബോഡിക്കൊക്കെ വരാം. എന്നിട്ട് എന്തുകൊണ്ട് വരുന്നില്ല? കച്ചറയാണെന്ന് ചിലപ്പോൾ അറിയായിരിക്കും. ലാലേട്ടൻ്റെയൊക്കെ അവസ്ഥ കൊണ്ടാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ലാലേട്ടൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണെങ്കിലും എന്താ പറഞ്ഞത്? ജനറൽ ബോഡി എന്താണോ പറയുന്നത്, എല്ലാവരും ഭൂരിഭാഗം ആളുകൾ എന്ത് പറയുന്നോ അതിനോട് ഞാൻ യോജിക്കുന്നു. അതല്ലാതെ ഒരാളെയും സപ്പോർട്ട് ചെയ്യാൻ ലാലേട്ടൻ നിന്നില്ല. നല്ല കാര്യം. നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനെ എല്ലാവരും കൂടെ കല്ലെറിയാൻ പോകും. എന്തിനാ? അല്ല, അങ്ങനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ വേണ്ടേ, എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവണ്ടേ. ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ശ്വേതയാണെങ്കിലും ശ്വേതയെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു ഒരു പോയിന്റ് വരെ. എന്തിന്? ഒരു സ്ത്രീയാണ്, ഭരണം അങ്ങനെ പരിചയമില്ല, പരിചയമില്ല, അവിടുത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് അധികം പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ വേണമെങ്കിൽ സമയം കുറച്ചും കൂടെ കൊടുക്കാം, പൈസയുടെ കണക്കുകളൊക്കെ തരാനെന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം വന്ന അൻസിബ കുറേ തെളിവുകൾ അങ്ങോട്ട് കാണിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങിക്കോ ചേച്ചി, ആ ഒരു മൂടെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഇരുന്ന എല്ലാവരുടെയും മനസ്സിൽ. ചേച്ചിക്ക് അത് മനസ്സിലായി, ചേച്ചി ഇറങ്ങി ഓടി, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കണം. കാരണം കമന്റ് ബോക്സുകളിൽ മിക്കവാറും നെഗറ്റിവിറ്റി കൊണ്ട് അങ്ങോട്ട് പുതിയാൻ കുറേ ആളുകൾ വരും. ഇപ്പം 26-ാം തീയതി ലക്ഷ്മിപ്രിയയും അതുപോലെ തന്നെ നമ്മുടെ ശ്വേത മേനോനൊക്കെ മാധ്യമങ്ങളെ കാണുന്നെന്ന് കേട്ടു. മിക്കവാറും ഗംഭീര ഒരു പണിയും കൊണ്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ വന്നിരുന്ന് കഥ പറയും. കൂടാതെ യൂട്യൂബേഴ്സിനെതിരെ, വീഡിയോ ചെയ്യുന്നവർക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു, ഇതൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്.
ഇതൊക്കെ ആയിരിക്കും, ഞാൻ മുൻകൂട്ടി തന്നെ നിങ്ങളോട് പറയാം, എഴുതി വെച്ചോ നിങ്ങൾ, ഇതൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇവർക്കെതിരെ പറയുന്നില്ലല്ലോ, ചോദ്യങ്ങൾ ചോദിക്കുന്നു, സംശയങ്ങൾ, അത് ചോദിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇത് എവിടുത്തെ, ഞാൻ വല്ല സൊമാലിയയിലും ആണോന്ന് എൻ്റെ സംശയങ്ങൾ ചോദിച്ചൂടെ? ഇപ്പൊ തന്നെ അൻസിബയുടെ ഒരു പോസ്റ്റർ, നമുക്ക് അവിടുന്ന് തുടങ്ങാം ബാക്കി. അതായത് പ്രിയപ്പെട്ടവരെ, 2 മണിക്കൂർ മുമ്പ് ഇട്ടതാണേ. എൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ്. അതിന് വാക്കുകൾ കൊണ്ട് നന്ദി പറയുന്നത് അപൂർണമായിരിക്കും. ഒപ്പം നിൽക്കുന്ന ഓരോരുത്തരോടും ഹൃദയത്തിൽ എനിക്ക് ലഭിച്ച ഈ സ്ഥാനമാണ് എൻ്റെ ഏറ്റവും വലിയ പുരസ്കാരം. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ഭാരവാഹിത്വത്തിലേക്കും മത്സരിക്കാനോ സ്ഥാനങ്ങൾ വഹിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മടുത്ത് കാണും ആ പെണ്ണിന്. സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ശക്തവും കരുണവും ആർജവവുമുള്ള ഒരു പുതിയ യുവനിര ഇതിനായി കടന്നു വരട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹത്തോടെ അൻസിബ ഹസൻ. അൻസിബയ്ക്ക് ഇനി ഒന്നും പറയാനില്ല, ഒന്നും വേണ്ട എന്നുള്ളൊരു മൂടാണ്. പിടികിട്ടിയോ? ഇലക്ഷനും നിൽക്കുന്നില്ല, ഒരു സ്ഥാനവും എനിക്ക് വേണ്ട, എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ എൻ്റെ കാര്യം നോക്കി പൊക്കോളാം. ആ ഒരു മൂടാണ് അൻസിബ. ആ പെൺകുട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ മിക്കവാറും അകത്തുള്ള ആളുകൾ തന്നെ, ഈ അംഗങ്ങൾ തന്നെ ചിലപ്പോൾ ചെല്ലും അൻസിബയുടെ പുറകെ, മോളെ നീ നിൽക്കണം, സെക്രട്ടറി ആവണം, പ്രസിഡന്റ് ആവണം, ചിലപ്പം ചെല്ലും. കാരണം ഒരു തീ ഉണ്ടായിരുന്നു അൻസിബയ്ക്ക്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. ഒറ്റയ്ക്ക് കാർ അവിടെ നിർത്തി ഒറ്റയ്ക്ക് ഇറങ്ങി വന്നു, ഒരാളും കൂടെ ഉണ്ടായിരുന്നില്ല, ഒരു ഫയറും പിടിച്ച് ഒറ്റയ്ക്ക്. ഒരുപാട് പേര് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് മറ്റേ സിംഗപ്പണ്ണൊക്കെ ഇട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. വന്ന സമയത്ത് ഒന്നും ഇല്ലായിരുന്നു. ആ ഒരു മീറ്റിംഗ് തുടങ്ങുന്നോടം ആ ഒരു ടൈമിൽ ഒന്നും ഇല്ലായിരുന്നു. മീറ്റിംഗ് ഒക്കെ തുടങ്ങി ഉച്ചയ്ക്ക് ശേഷം അൻസിബയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് പുറത്തിറങ്ങി എല്ലാവരും കൈ അടിച്ചതിന് ശേഷം ഇവിടെ പല മീഡിയാസും അൻസിബയുടെ കയറി വരുന്ന ആ ഒരു വീഡിയോ ഒക്കെ എടുത്ത് മറ്റേ പാട്ടൊക്കെ ഇട്ട് ബൂസ്റ്റ് ചെയ്യുന്ന കണ്ടു. നല്ല കാര്യം, ബൂസ്റ്റ് ചെയ്യേണ്ട ഒരു പരിപാടി തന്നെയാണ് അവിടെ നടന്നത്. അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടി ഒറ്റയ്ക്ക് വന്നു, സിംഗപ്പെണ്ണായിട്ട് വന്നു, എല്ലാം ഇറങ്ങി ഓടിക്കളഞ്ഞു. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പോഴും ശ്വേതാമേനോൻ ഒന്നും മിണ്ടുന്നില്ല. യെസ് 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 ഇത് മാത്രം പറഞ്ഞ് ഇറങ്ങി പോകുന്നത് കണ്ടു. ലക്ഷ്മിപ്രിയ ചേച്ചി പിന്നെയും കിടന്ന് അങ്ങോട്ട് ഒച്ചയായി. എന്തിനാ ചേച്ചി പിന്നെ പ്രാക്ക്? അയ്യോ, എന്നോട് കുറെ പേര് പേഴ്സണലി പറഞ്ഞു, എടാ ആ സ്ത്രീ ചുമ്മാ കിടന്നുകൊണ്ട് പ്രാകും, വെറുതെ അങ്ങോട്ട് പ്രാഗി ആവണം, ഒരു തെറ്റും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ എന്നൊക്കെ പ്രാഗി കഴിഞ്ഞാൽ ഏക്കും. ഇത് നമുക്കൊന്നും അങ്ങനെ തോന്നുന്നേ ഇല്ല. എന്തിനാ നിങ്ങളെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോകൾ തന്നെ എടുത്ത് നോക്കിയാൽ മതി. ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നതല്ല അടുത്ത ദിവസം പറയുന്നത്. എങ്ങനെ ഞങ്ങൾ എന്നിട്ട് ചുമ്മാ ഇരുന്നെങ്കിൽ തല വെച്ച് ഡാൻസ് കളിക്കണോ? പറ്റുന്ന കാര്യമല്ല, ഒരിക്കലും പറ്റുന്ന കാര്യമല്ല. ഇനിയിപ്പോൾ ഉഷ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഉഷ എന്ന് പറയുന്ന ഒരു ആക്ട്രസ്. അവരെയൊക്കെ കഴിഞ്ഞ ദിവസം അവർക്കൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചി. അപ്പോൾ കൂടാതെ ഒരു പോസ്റ്റർ ഈ ലക്ഷ്മിപ്രിയ കഴിഞ്ഞ ദിവസം ഇട്ടു. എല്ലാവരും പറയുന്നു ആ പോസ്റ്ററിനെ പറ്റി. ഞാനും ചില ഓൺലൈൻ മീഡിയാസും അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ചാനലുകാരും ആ പോസ്റ്ററിനെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പക്ഷേ ഇവരുടെ ഫേസ്ബുക്കിൽ പോയി നോക്കിയപ്പോൾ ഞാൻ കണ്ടില്ല കേട്ടോ അങ്ങനെ ഒരു പോസ്റ്റർ. എന്തോ വോട്ടവർ, നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടണേ, ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എന്താണെങ്കിലും പിന്നെ ഞാൻ കൂടുതൽ ഒരുപാട് ഇരുന്ന് ചിക്കിച്ചകയെന്ന് നിർത്തി. ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ പുറകെ പോയി. കാരണം ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിയത്. ഇനി വേണ്ട, എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇന്ന് രാവിലെയും കൂടി ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി എനിക്ക് വയ്യ. പിന്നെ ഉഷ, അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അവർ മെയിൻ സ്ട്രീം ചാനലിനോട് പറയുന്നുണ്ട്. കൂടാതെ അവരുടെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടൊരു കാര്യമുണ്ട്, ഈ ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ ഈ മരണക്കളി, എൻ്റെ പൊന്ന് ചേച്ചി അതൊന്നും ഇനിയും വില പോകത്തില്ല, മനസ്സിലായില്ലേ? ഈ സാധനങ്ങളൊക്കെ മാറ്റി വെക്ക്. ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. ആരാ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത്? ഒരാൾ കമൻറ്റ് ബോക്സിൽ, ഏതെങ്കിലും ഒരു കമൻറ്റ് ബോക്സിൽ ഒരാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടായിരുന്നെങ്കിൽ സത്യമായിട്ടും സന്തോഷമായേനെ എനിക്ക്. ഇത് ഇല്ല. നിങ്ങൾ അതിനകത്തൊന്ന് മനസ്സിലാക്കുക. നിങ്ങളെ ജനങ്ങൾക്ക് അത്രയ്ക്കും നിങ്ങൾ പറയുന്നതിനകത്തുനിന്ന് തന്നെ, വേറെ അൻസിബ പറയുന്നതോ ആരും ഞാൻ കേൾക്കുന്നില്ല, നിങ്ങൾ പറയുന്നതിനകത്തുനിന്ന് തന്നെ ജനങ്ങൾക്ക് നിങ്ങളെ വെറുപ്പായി പോവുക. നിങ്ങൾക്ക് എന്താ അത് മനസ്സിലാവാത്തത്? കുറച്ചു നേരം ഒന്ന് വാടച്ചിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെടും. അതിന് പറ്റത്തില്ല. ഇപ്പോൾ വീണ്ടും വരുന്നുണ്ട് 26-ാം തീയതി കൂടുതൽ ജനങ്ങളുടെ വെറുപ്പ് മേടിക്കാൻ. എന്താണെങ്കിലും ഉഷ എഴുതിയിട്ടിരിക്കുന്ന പോസ്റ്റ് ഒന്ന് വായിക്കാം. ശ്രീമതി ലക്ഷ്മിപ്രിയ ഇന്നലെ രാത്രി എനിക്കും പൊന്നമ്മ ചേച്ചിക്കും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിലെ മാറ്റർ തന്നെ FBയിലും അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീമതി ലക്ഷ്മിപ്രിയ ഒരു കാര്യം മനസ്സിലാക്കണം. ചാനലുകൾ തോറും കയറിയിരുന്ന് വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്നതുപോലെ വർഗീയ വിഷം തുപ്പുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാനോ അംഗീകരിക്കാനോ ഞങ്ങൾക്ക് മനസ്സില്ല. അമ്മ സംഘടനയിൽ വർഗീയത കൊണ്ടുവരാമെന്നുള്ള വലിയ മോഹങ്ങൾ പൊളിച്ചടുക്കിയതിൻ്റെ ആ മോഹം
ആ മോഹം പൊലിഞ്ഞു പോയതിൻ്റെ രോദനമായിട്ട് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നുള്ളൂ. അൻസിബ കഴിഞ്ഞ 10 മാസം അനുഭവിച്ച വിഷമങ്ങൾ, അവഗണകൾ, അപമാനങ്ങൾ, അതിനെയൊക്കെ ഇന്നലെ ഞങ്ങൾ മറുപടി നൽകി. ഇന്നലെ ഞങ്ങൾ മറുപടി നൽകി. അൻസിബയുടെ നിലപാട് അതാണ് ശരി. ഞങ്ങൾ അവളെ ചേർത്തു പിടിച്ചു, ഒപ്പം നിന്നു. നിങ്ങളെപ്പോലെ വർഗീയ വിഷം തുപ്പുന്നവരെ അമ്മയ്ക്കും വേണ്ട. ജനറൽ ബോഡിയിലെ ഭൂരിപക്ഷം അംഗങ്ങളുടെയും അഭിപ്രായവും അത് തന്നെ ആയിരുന്നു. ഇന്റർവ്യൂകളിൽ ജനിപ്പിച്ച മാതാപിതാക്കളെയും ജനിച്ച മതത്തെയും ഖുറാനെയും തള്ളിപ്പറഞ്ഞ നിങ്ങളുടെ അത്തരം സ്റ്റേറ്റ്മെന്റ് ശരിയായില്ല എന്ന് പറഞ്ഞതിന് എന്നെ ഒരു പ്രോഗ്രാമിന് വിളിക്കാൻ എൻ്റെ സഹപ്രവർത്തക പറഞ്ഞപ്പോൾ മറ്റ് സഹപ്രവർത്തകരുടെ മുൻപിൽ പബ്ലിക്കായിട്ട് നിങ്ങൾ എന്നെയും ജിഹാദിയാണ് അവരെ വിളിക്കണ്ട എന്ന് പറഞ്ഞില്ലേ? വാ തുറന്നാൽ വർഗീയത പറഞ്ഞില്ലേ? വർഗീയ വിളമ്പുന്ന നിങ്ങളുടെ ശവം കാണണമെന്ന് എനിക്ക് ഒരു താല്പര്യമില്ല. മറ്റേ കേസ്, അതായത് ചേച്ചി കഴിഞ്ഞ ദിവസം നമ്മൾ ആ പോസ്റ്ററിൻ്റെ അകത്ത് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ആ പോസ്റ്റർ ബാക്കിയുള്ള മെയിൻ സ്ട്രീം ചാനലുകാരും ഓൺലൈൻ മീഡിയക്കാരും എഴുതിയൊക്കെ അവർ പോസ്റ്ററായിട്ട് ഇട്ടപ്പോൾ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, ഈ ലക്ഷ്മിപ്രിയ ചേച്ചി പറയുന്നത് എൻ്റെ ശവം കാണാൻ പോലും ആരും വരരുത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാനും അപ്പോൾ പറഞ്ഞു, ചേച്ചി മീളിൽ നിന്നൊന്ന് താഴെ ഇറങ്ങി, ഏറിന്ന് താഴെ ഇറങ്ങി. പിന്നെ ചേച്ചിയുടെ കാണാനൊന്നും ഇവിടെ ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, സീരിയസ്ലി. ഇപ്പം അവരും പറഞ്ഞു കഴിഞ്ഞ് താല്പര്യമില്ല മോളെ, നിങ്ങളുടെ ശവം കാണണമെന്ന് എനിക്ക് ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. തീർന്നില്ലേ ലക്ഷ്മിപ്രിയ? നിങ്ങൾ വീണ്ടും കിടന്ന് നാണം കെട്ടോണ്ടിരിക്കുകയല്ലേ? സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നു എന്തോ ഒരു സ്റ്റാർഡം, ഒരു വലിയൊരു പോഷ്, അയ്യോ എല്ലാവരും എന്നെ അങ്ങോട്ട് കൈകൊട്ടി ആഘോഷിക്കുന്നു. ഒന്നുമില്ല, താഴത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക ലക്ഷ്മിപ്രിയ ചേച്ചി. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് പ്രിയപ്പെട്ട ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ ഭർത്താവ് ചേട്ടൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, വാ പൊത്താൻ പറ. ഇനി വന്ന് കഥ പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങളെ വിടൂ. ഇവര് ഉള്ള ഒരു താരസംഘടനയിലെ ബാക്കി ആളുകൾ എല്ലാവരും ഇവരെ കൈവിട്ട് കഴിഞ്ഞു. പിടികിട്ടിയില്ലേ? അൻസിബ പറയുന്നത് അവരാണ് കേട്ടത്, മൊത്തം തെളിവുകളെല്ലാം അവരാണ് കണ്ടത്. കൈവിട്ടു ഇവരെ. അടിച്ചു പുറത്താക്കുന്നതിന് മുമ്പ് രാജിവെച്ച് ഇറങ്ങി ഓടി. അതാണ് സത്യം, അങ്ങനെയാണ് പറയേണ്ടത് അല്ലേ? അതാണ് സത്യം. എനിക്കങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നിന്നായിരുന്നെങ്കിലും ഇനി ആ താരസംഘടനയിൽ കടിച്ചു പിടിച്ച് നിന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഒറ്റപ്പെട്ടു പോയതിനെ. ആരും അടുപ്പിക്കത്തില്ല. ആരെങ്കിലും അടുപ്പിക്കുമോ? ഇങ്ങനെ ഒരാളെ അടുപ്പിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. മതി, നിങ്ങൾ നിർത്തൂ, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ഇതിവിടെ കഴിയട്ടെ. മെയിൻ സ്ട്രീം ചാനലുകൾ കൂടിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ പോലും എനിക്കിനി ഇതുമായി ബന്ധപ്പെട്ട് ഈ അമ്മ എന്ന താരസംഘടനയെ ബന്ധപ്പെട്ട് അൻസിബയ്ക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങിയത്. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞു, മതി. ഇതെൻ്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. എനിക്ക് താല്പര്യമില്ല. ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ പുറകെ പോകാൻ എനിക്ക് താല്പര്യമില്ല. ലെറ്റ് സ്റ്റോപ്പ് ദിസ്. മതി. ആ പെൺകുട്ടിക്ക് നീതി കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി കോടതിയിൽ നിന്ന് സംഭവിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് കണ്ടറിയാം. പക്ഷെ എന്നിരുന്നാലും കൂടെ ഉണ്ടായിരുന്ന താരസംഘടനയിൽ ഉണ്ടായിരുന്ന ആളുകൾ, അവരിൽ നിന്നൊരിക്കലും നീതി ആ പെൺകുട്ടിക്ക് കിട്ടില്ല എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അത് കിട്ടി. എനിക്കത് മതി. നിങ്ങൾക്കും അത് മതിയായിരിക്കും. പോരെ? നമുക്കിനിയും അടുത്തടുത്ത പുതിയ കണ്ടന്റിലേക്കൊക്കെ പോകാം. അതിനു മുമ്പ് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ്, ഞാൻ ഈ വീഡിയോ ചെയ്യാനിരിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് വന്ന ഒരു വാർത്ത, അതും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കേൾപ്പിച്ചു പോകാം. ഭാരവാഹിത്വത്തിലേക്ക് ഇല്ലെന്ന് നടി അൻസിബ. താൻ മത്സരിക്കാനില്ലെന്നും അംഗങ്ങളുടെ ഗ്രൂപ്പിൽ അൻസിബ വ്യക്തമാക്കി. ഇതിനിടെ അമ്മയിലെ പൊട്ടിത്തെറിയിൽ കൂടുതൽ തുറന്നു പറച്ചിലിന് ഒരുങ്ങുകയാണ് മുൻ പ്രസിഡന്റ് ശ്വേതാ മേനോൻ. അഡ്ഹോക് കമ്മിറ്റി രൂപീകരണത്തിനെതിരെ രജിസ്ട്രേഷൻ വകുപ്പിന് നടൻ അനൂപ് ചന്ദ്രൻ പരാതി നൽകി. വിപിൻ സി വിജയൻ വിവരങ്ങളുമായുണ്ട് കൊച്ചിയിൽ നിന്ന്. വിപിൻ, അമ്മയ്ക്കകത്തുള്ള തർക്കങ്ങൾ, പടലപ്പിണക്കങ്ങൾ, ചേരിതിരിഞ്ഞുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അല്ലാതെയും രഹസ്യമായും ഒക്കെ. അതിനിടയിൽ അൻസിബ ഹസൻ ഇപ്പോൾ വ്യക്തമാക്കുന്നു മത്സരരംഗത്തേക്ക് ഇല്ല എന്ന്. എന്താണ് അമ്മയിൽ ഈ പുതിയ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ്? ഏതെങ്കിലും ഒരു വിഭാഗം കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് വരെ ആളുകൾ രാജിവെക്കുന്ന സാഹചര്യത്തെ എങ്ങനെയാണ് അമ്മ ഇനി കൈകാര്യം ചെയ്യുക? പ്രത്യേകിച്ച് ഇന്ന് ജഗദീഷിൻ്റെ ഒക്കെ ഒരു ആർട്ടിക്കിൾ പുറത്തു വന്നിട്ടുണ്ട് മനോരമയിൽ. അതുപോലെ തന്നെ മറ്റു പലരുടെയും തുറന്നു പറച്ചിലുകളും പിന്നാലെ വരുന്നു. അമ്മയിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? GK, ഈ ഭരണസമിതി രാജിവെച്ചതിന് ശേഷം ഈ അമ്മ രണ്ടായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത്. ഇത് അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ ഒന്നും തന്നെ ആരംഭിക്കുന്നില്ല. കാരണം എല്ലാം ഒരു ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇപ്പോൾ അംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ അൻസിബ ഹസൻ ഇനി ഞാൻ മത്സരിക്കാനോ ഒരു ഭാരവാഹിത്വം വഹിക്കാനോ ഇല്ല എന്നുള്ളത് അറിയിച്ചിരിക്കുന്നത്. ആർജവുമുള്ള
പുതിയ തലമുറ കടന്നു വരട്ടെ, അല്ലെങ്കിൽ പുതിയ അഭിനേതാക്കൾ കടന്നു വരട്ടെ എന്നുള്ളതാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ കൂടുതൽ തുറന്നു പറച്ചിലുകൾക്ക് തയ്യാറാവുകയാണ് മുൻ അധ്യക്ഷയായിട്ടുള്ള ശ്വേതാ മേനോനും ഒപ്പം തന്നെ ലക്ഷ്മി പ്രിയയും അടക്കമുള്ളവർ. അവരുടെ ഏറ്റവും പ്രധാനമായിട്ടും ഈ ഭരണസമിതിക്കെതിരെ വന്നിട്ടുള്ള ഒരു ആരോപണം ഈ കണക്കുകളിലെ ഒരു സുതാര്യത കുറവ്, ഒരു ക്ലാരിറ്റി ഇല്ലായ്മയായിരുന്നു. അത് ഇപ്രാവശ്യം മാത്രമല്ല, ഇവർ ഭരണമേൽക്കുന്നതിന് മുൻപുള്ള അഡ്ഹോക്ക് കമ്മിറ്റി ഉണ്ടായിരുന്നു, അപ്പോഴും ഈ കണക്കുകളിലെ അവ്യക്തത കുറവുണ്ട് എന്ന് തെളിയിക്കുകയാണ് അവരുടെ ഒരു പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഒരു 2 ദിവസത്തിനകം ഒരു വാർത്താ സമ്മേളനം വിളിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതായത് അടുത്ത അഡ്ഹോക്ക് കമ്മിറ്റി ചേർന്ന, അല്ലെങ്കിൽ അഡ്ഹോക്ക് കമ്മിറ്റി അവരുടെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപ് ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും തങ്ങളെ പുറത്താക്കിയത് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുടെ പുറത്താണ് എന്നുള്ളത് സ്ഥാപിക്കുകയുമായിരിക്കും ഒരു പക്ഷേ പ്രധാനമായിട്ടും അതിൽ നിന്ന് ലക്ഷ്യമിടുക. ഈ രമേഷ് പിഷാരടി ഇപ്പോൾ നിയമസഭയിലാണ്. അദ്ദേഹത്തിൻ്റെ കൂടി ഒരു സൗകര്യം പരിഗണിച്ച അടുത്ത ശനിയാഴ്ചയ്ക്കുള്ളിൽ അഡ്ഹോക്ക് കമ്മിറ്റി എത്രയും വേഗം ചേരുകയും ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നവരെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം ആരംഭിക്കുവാനാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതിനിടയിൽ ഈ അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിച്ചത് അന്ന് ഭരണസമിതി ഇറങ്ങി വന്നതിന് ശേഷം. ഓക്കെ, കാര്യങ്ങളൊക്കെ കേട്ടല്ലോ നിങ്ങൾ. അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിച്ചു, അതിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ്. പിടിപാടുണ്ടല്ലോടെ, ചില ആളുകൾ ചിലപ്പോൾ പുറകിൽ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുമ്പോൾ ഇറങ്ങിപ്പോകും. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പല ആളുകളും, എനിക്കൊന്ന് ഭൂരിഭാഗത്തിനും മേളിലുള്ള ആളുകൾ അൻസിബയുടെ കൂടെയാണ് അവിടെ. കഴിഞ്ഞ ദിവസം വരെ അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ ആ പെൺകുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. കാരണം വ്യക്തമായിട്ടുള്ള തെളിവുകൾ കൊണ്ടാണ് അൻസിബ അവിടെ ചെന്നത്. നിങ്ങൾ കണ്ടതായിരിക്കും, കയ്യിലൊരു ഫയലും ഒക്കെ ആയിട്ട് വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ അവിടെ കാണിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നിട്ടും അഡ്ഹോക്ക് കമ്മിറ്റിയിൽ നിന്നൊക്കെ ചില ആളുകൾ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ഇറങ്ങിപ്പോട്ടെ, അടുത്ത ആൾ വരട്ടെ. രമേഷ് പിഷാരടിയൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഒരു സമയം നോക്കി കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോട്ടെ. മലയാള സിനിമയ്ക്ക് ഇനിയും, മലയാള സിനിമയിൽ നിങ്ങൾക്കറിയാം ഒരു വലിയൊരു താര സംഘടന തന്നെയാണ് AMMA. അതിനെ ഇനിയിട്ട് വലിച്ചു കീറി നാണം കെടുത്താതിരിക്കുക. ചില ഒരു തരത്തിലും അതിനകത്ത് ഇരിക്കാൻ അർഹതയല്ലാത്ത ചില ആളുകൾ പോട്ടെ, ഇറങ്ങി പിടികിട്ടു. അവരുടെ പുറകെ പോകണ്ട, അവർ പോട്ടെ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.